രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം പുരോഗമിക്കുന്നു. വഞ്ചിയൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വാദം നടക്കുന്നത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോകൾ ഇനിയും തുടരുമെന്ന് രാഹുൽ ഈശ്വർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോകൾ തുടരും. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ടുള്ള വീഡിയോ തുടരും. എത്ര തടഞ്ഞു വെച്ചാലും എന്ത് പോലീസ് ആക്ഷൻ ഉണ്ടായാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വീഡിയോ തുടരും. സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ്. എനിക്ക് നോട്ടീസ് കിട്ടിയില്ല. എന്റെ ലാപ്ടോപ്പ് പിടിച്ചെടുത്തിട്ടുണ്ട്. എന്റെ നോട്ടീസ് കിട്ടിയില്ല. രാഹുൽ എല്ലാം കോടതി പറയും. സുപ്രീം കോടതി വിധിയുടെ പ്രവേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൈക്കോടതി പോവുകയും ചെയ്തു. സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. അർമേഷിന്റെ വിധിയുടെ നഗ്നമായ ലംഘനമാണ്. കമലേഷ് തെക്കേക്കാട് ചേരുകയാണ്. കമലേഷ്, ഈ വീഡിയോ നിരന്തരം അതിജീവിതയെ ആക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നതായിരുന്നു പ്രശ്നം. ഇപ്പോൾ അത് ആവർത്തിക്കുമെന്ന് രാഹുൽ ഈശ്വർ പറയുന്നതിനിടയിൽ കൂടിയാണ് ഈ ജാമ്യ ഹർജിയിലെ വാദം. എങ്ങനെയാണ് കോടതിയിലെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? തീർച്ചയായും കോടതിയിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുകയാണ്. സ്വാഭാവികമായും രാഹുലിന്റെ ഇപ്പോൾ പറഞ്ഞ ഈ നിലപാടുകൾ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ തന്നെ അത് ഹാബിച്വലായി ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ് രാഹുൽ ഈശ്വർ എന്നതാണ് യാഥാർത്ഥ്യം. നേരത്തെ തന്നെ പല കേസുകളിലും ഇത്തരത്തിൽ അതിജീവിതയ്ക്കെതിരെ സംസാരിക്കുകയും ഇത്തരത്തിൽ ഈ പ്രതിപട്ടികയിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്തുൾപ്പെടെ വീഡിയോകൾ നേരത്തെ തന്നെ രാഹുൽ ഈശ്വർ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിലാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനുൾപ്പെടെ സപ്പോർട്ട് നൽകും, ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള വീഡിയോകൾ തുടരും എന്നുകൂടി പരസ്യമായി അയാൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന നിലയിൽ, അവരെ അധിക്ഷേപിക്കുന്ന നിലയിൽ, അവരെ സ്വഭാവഹത്യ ചെയ്യുന്ന നിലയിൽ ഉൾപ്പെടെയുള്ള വീഡിയോകളാണ് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും ഇന്ന് പൗടിക്കോണത്തെ വീട്ടിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിക്കുകയും ഈ വീഡിയോ ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ലാപ്ടോപ്പ് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്തു നിന്നും ഈ വീഡിയോയും കണ്ടെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമായാണ് അറസ്റ്റ് നടത്തിയത് എന്ന വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും ഈ രാഹുൽ ഈശ്വറിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ വാദം തുടരുകയാണ് എന്നുള്ളതാണ്. ഏതായാലും ഈ വിഷയത്തിൽ വളരെ കൃത്യമായ ജാഗ്രതയോടെയുള്ള മാതൃകാപരമായ ഒരു നടപടിയാണ് സൈബർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം പരാതി വന്ന ഘട്ടത്തിൽ തന്നെ തൊട്ടുപിറ്റേന്ന്, അതായത് ഇന്നലെ രാവിലെയോടുകൂടി ഈ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചില URL ലിങ്കുകളെ അടിസ്ഥാനപ്പെടുത്തി കേസെടുക്കുകയാണ് ആദ്യം ഉണ്ടായിട്ടുള്ളത്. പിന്നീട് ഈ ലിങ്കുകൾ, ഈ വീഡിയോകളൊക്കെ ചെയ്ത ആളുകളെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടിയിലേക്ക് പോയി. അതിന്റെ ഭാഗമായാണ് ഇന്നലെ വൈകിട്ടോടുകൂടി പൗടിക്കോണത്തെ വീട്ടിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. അതിനുശേഷം രാത്രി 9 മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നിപ്പോൾ വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കി പൗടിക്കോണത്തെ വീട്ടിലേക്ക് എത്തിച്ച് തെളിവെടുത്തു. അവിടെ നിന്നും ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെടുത്തു, ഫോൺ കണ്ടെടുത്തു. അതുപോലെ അതിനകത്തു നിന്ന് വീഡിയോ ചെയ്തതായി ഉൾപ്പെടെ സൈബർ പോലീസിന് കൃത്യമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ വീഡിയോയും കണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ വഞ്ചിയൂരിലെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ രാഹുൽ ഈശ്വറിന്റെ ജാമ്യാപേക്ഷയിൽ വാദം തുടരുകയാണ്. ജാമ്യത്തെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ നിലപാടെടുക്കുന്നു. അതേസമയം ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടി ജാമ്യം അനുവദിക്കണം എന്ന നിലപാടാണ് പ്രതിഭാഗം സ്വീകരിക്കുന്നത്. ജാമ്യ ഹർജിയിൽ വാദം പുരോഗമിക്കുകയാണ്. കമലേഷ് തെക്കേക്കാടാണ് വിവരങ്ങൾ നൽകിയത്.